Good morning everyone. ഇന്ന് ഈ വീഡിയോയിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ സെക്കൻഡ് മോഡ്യൂളായിട്ടുള്ള ഫിനാൻസിങ് ഡിസിഷനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്താണ് ഫിനാൻസിങ് ഡിസിഷൻ? ദാറ്റ് ഈസ് ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ ഫണ്ട് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് റേസ് ചെയ്യേണ്ടത് എന്നും അതേപോലെ തന്നെ ഓരോ സോഴ്സിൽ നിന്നും എത്രത്തോളം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആണ് റേസ് ചെയ്യേണ്ടതെന്നും ഡിസൈഡ് ചെയ്യുന്നതാണ് ഫിനാൻസിങ് ഡിസിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. That is, financing decision related to raising of finance and the quantity of finance to be raised from various sources. That is, the sources which includes long-term and short-term sources of funds. അപ്പോൾ ഡിഫറെൻറ്റ് സോഴ്സസ് ഉണ്ട്. ദാറ്റ് ഈസ് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്സും ഉണ്ട്, അതേപോലെ തന്നെ ഷോർട്ട് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്സും ഉണ്ട്. അപ്പോൾ ഈ ലോങ് ടേം സോഴ്സിൽ നിന്നും ഷോർട്ട് ടേം സോഴ്സിൽ നിന്നും എത്രത്തോളം ഫണ്ട് റേസ് ചെയ്യണം എന്നും എത്ര പെർസെൻറ്റേജ് ആണ് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഫണ്ടാണ് റേസ് ചെയ്യേണ്ടത് എന്നും ഡിസൈഡ് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിനാൻസിങ് ഡിസിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then mainly there are two classification of financial decision. That is, first one is long term financial decision and second one is short term financial decision. Long term financial decision that is related with capital budgeting. അപ്പോൾ ലോങ് ടേം ഫിനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡീൽസ് വിത്ത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ദെൻ നെക്സ്റ്റ് വണ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഡിസിഷൻ ആണ്, ആൻഡ് ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ. ദാറ്റ് ഈസ് ദി ഫോർത്ത് ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഡിസിഷൻ, ദാറ്റ് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ decision. Then mainly there are four types of financial decisions. That is, first one is financing decision which deals with the capital structure. Second one, investment decision that is related with the capital budgeting. And third one is dividend decision, and fourth one is capital decision. അപ്പോൾ ഫിനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കമ്പനിക്ക് ഒന്നെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടോ അല്ലെങ്കിൽ ബോറോഡ് ഫണ്ടോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ബോറോഡ് ഫണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനോ ആയിട്ട് എന്ത് ചെയ്യാം, ഫണ്ട് ഈ ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്നും, ദാറ്റ് ഈസ് ദി സോഴ്സസ് ആർ ഒന്ന് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്, ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇക്വിറ്റി, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ബോറോഡ് ഫണ്ടാണ്, ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡെപ്റ്റ്. അപ്പോൾ ഒന്നെങ്കിൽ ഇക്വിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഡെപ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ മിക്സ് ഓഫ് ഇക്വിറ്റി ഓർ ഡെപ്റ്റിൽ നിന്നോ എത്രത്തോളം ഫണ്ട് റേസ് ചെയ്യണം എന്നുള്ളതും അത് എത്ര ക്വാണ്ടിറ്റിയാണ് റേസ് ചെയ്യേണ്ടത് എന്നുള്ളതും തീരുമാനിക്കുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിനാൻസിങ് ഡിസിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ പറഞ്ഞു ഫിനാൻസിങ് ഡിസിഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന്. സോ നെക്സ്റ്റ് എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ? ഒരു ഓർഗനൈസേഷൻ ലോങ് ടേം സോഴ്സിലൂടെ മാത്രം ഫണ്ട് റേസ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഓർഗനൈസേഷൻ ലോങ് ടേം സോഴ്സിലൂടെ മാത്രം ഫണ്ട് റേസ് ചെയ്യുകയും ദാറ്റ് ഈസ് ജനറേറ്റ് ചെയ്യുകയും അത് എത്രത്തോളം പെർസെൻറ്റേജ് ആണ് എന്നുള്ളതും മുൻകൂട്ടി തീരുമാനിച്ചിട്ട് അതിനൊരു സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക, ഒരു ഘടന കൊടുക്കുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി വേരിയസ് ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസിങ് സച്ച് ആസ് ഡിബഞ്ചേഴ്സ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ട് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് ലോങ് ടേം സോഴ്സിലൂടെ മാത്രം ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദി പെർട്ടിക്കുലർ കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. അപ്പോൾ ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ വിച്ച് ഇൻക്ലൂഡ്സ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ട് ഈസ് ഈക്വൽ ടു ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി. അപ്പോൾ ഡെപ്റ്റും ഇക്വിറ്റി മിക്സ് ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദി മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി വിച്ച് എ കമ്പനി യൂസസ് ടു ഫിനാൻസ് ഇറ്റ്സ് ലോങ് ടേം ഓപ്പറേഷൻസ്, and it is simply refers to the makeup of the capitalization of firm. Then what are the various long term sources of fund? അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന രണ്ട് സോഴ്സ് ആണ്, ഒന്ന് ഇക്വിറ്റി ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡെപ്റ്റ്. അപ്പോൾ ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറോഡ് ഫണ്ടാണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഓണേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫണ്ടിനെയാണ് ഇക്വിറ്റി ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. ലോങ് ടേം ഫണ്ട്സ് ആണ്, ലോങ് ടേം ഫണ്ട്സ് പ്രൊവൈഡഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ് ഓർ ഓണേഴ്സ് ഓഫ് ദി കമ്പനി. ദെൻ ഇറ്റ് ഇൻക്ലൂഡ്സ് ദാറ്റ് ഈസ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അതിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ദാറ്റ് ഈസ് റീറ്റെയിൻഡ് ഏർണിങ്സും ആണ് ഇൻവോൾവഡ് ആയിട്ടുള്ളത്.
ദെൻ ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറോഡ് ഫണ്ടാണ്. അതായത് ഓർഗനൈസേഷൻ അതിൻ്റെ ഔട്ട്സൈഡ് ഏജൻസിയിൽ നിന്നും അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡെപ്റ്റ് ക്യാപിറ്റൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോങ് ടേം ബോറോയിങ്സ് ആണ്. അപ്പോൾ ദീർഘകാല വായ്പകൾ മറ്റുള്ള തേർഡ് പാർട്ടീൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ നിന്നോ കമ്പനി സ്വീകരിക്കുക, അതിലൂടെ ഫണ്ട് കമ്പനിക്ക് കണ്ടെത്തുക എന്നുള്ളതാണ് ബോറോഡ് ക്യാപിറ്റൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഡെപ്റ്റ് ക്യാപിറ്റൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെപ്റ്റ് ക്യാപിറ്റലിൽ ഇൻക്ലൂഡഡ് ആണ് ഡിബഞ്ചേഴ്സും ലോങ് ടേം ലോൺസും. ഓക്കെ, ഈ ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെയും അതോടൊപ്പം തന്നെ ഡെപ്റ്റ് ക്യാപിറ്റലിൻ്റെയും ഒരു മിക്സാണ് അല്ലെങ്കിൽ ഒരു കോമ്പിനേഷനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫിനിഷൻസ്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദി ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ട്സ് എംപ്ലോയ്ഡ് ഇൻ എ ബിസിനസ്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ടിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വേറൊരു ഡെഫിനിഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സെക്യൂരിറ്റി ദാറ്റ് മേക്കപ്പ് ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റലൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് സെക്യൂരിറ്റീസിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ദി ഡെഫിനിഷൻസ്. ദെൻ ഫിനാൻസിങ് ഡിസിഷൻ്റെ മെയിനായിട്ട് വരുന്ന രണ്ട് ഫംഗ്ഷനാണ്. ഒന്ന് ഫിനാൻഷ്യൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, ദെൻ അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ മൊത്തം മൂലധനവൽക്കരണത്തിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വിച്ച് ഇൻവോൾവ്സ് ബോത്ത് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഓൾ അതർ ഷോർട്ട് ടേം ഫിനാൻസിങ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ വിച്ച് ഇൻക്ലൂഡ്സ് ബോത്ത് ലോങ് ടേം ഫിനാൻസിങ് ആൻഡ് ഷോർട്ട് ടേം ഫിനാൻസിങ്. അപ്പോൾ ഓൾ ദി ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ടിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട് പ്ലസ് ഷോർട്ട് ടേം സോഴ്സസ് ഓഫ് ഫണ്ടാണ്. ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ദി ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ടാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ. ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ലോങ് ടേം സോഴ്സസ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ ലോങ് ടേം സോഴ്സും അതോടൊപ്പം തന്നെ ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫണ്ടും ഇൻക്ലൂഡഡ് ആണ്. ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം സോഴ്സിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ദാറ്റ് ഈസ് ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ്. ബട്ട് ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ലയബിലിറ്റീസ് ആണ്. അതായത് ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ ക്യാപിറ്റൽ സ്ട്രക്ചറും അതോടൊപ്പം തന്നെ കറണ്ട് ലയബിലിറ്റീസും ഇൻക്ലൂഡഡ് ആണ്. ദാറ്റ് ഈസ് ലോങ് ടേം സോഴ്സും പ്ലസ് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫണ്ടും ഇൻക്ലൂഡഡ് ആണ്. ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ചെറിയ കൺസെപ്റ്റാണ്, ഒരു നാരോ കൺസെപ്റ്റാണ്. വേറെ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് ഡിവിഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്ട്രക്ചറാണ്. ഫിനാൻഷ്യൽ സ്ട്രക്ചറിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. പക്ഷേ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ബ്രോഡർ കൺസെപ്റ്റാണ്, ദാറ്റ് ഈസ് ഒരു വൈഡർ കൺസെപ്റ്റാണ്, ഒരു വലിയ കൺസെപ്റ്റാണ്. കാരണം ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ ക്യാപിറ്റൽ സ്ട്രക്ചറും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്ട്രക്ചറിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു വലിയ കൺസെപ്റ്റാണ്, അതിൽ ക്യാപിറ്റൽ സ്ട്രക്ചറും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ദെൻ കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ലോങ് ടേം സോഴ്സിലൂടെ നമ്മൾ ഫണ്ട് റൈസ് ചെയ്യുന്നത്, അതിനൊരു ഘടന പ്രൊവൈഡ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ലോങ് ടേം സോഴ്സിലൂടെയും ഷോർട്ട് ടേം സോഴ്സിലൂടെയും നമ്മൾ ഫണ്ട് റൈസ് ചെയ്യുന്നതിനൊരു ഘടന പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ദെൻ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി പെർഫെക്റ്റ് മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. അതായത് നമ്മൾ ഡെപ്റ്റും ഇക്വിറ്റിയും ഒരു പെർഫെക്റ്റ് മിക്സ് ചെയ്യുന്നതാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് കമ്പനിക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാതെ, അത് ഫണ്ട് റൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്പെൻസ് കൂടാതെ ഒരു മിതമായ നിരക്കിൽ അല്ലെങ്കിൽ കമ്പനിക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ എക്കണോമിക്കലായിട്ടുള്ള വേയിൽ ഡെപ്റ്റിനെയും അതോടൊപ്പം തന്നെ ഇക്വിറ്റിനെയും, അതായത് ഡെപ്റ്റിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഫണ്ടും ബോറോഡ് സോഴ്സിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഫണ്ടും ഇക്വിറ്റിയിൽ നിന്നും, അതായത് ഓണേഴ്സിൻ്റെ ഫണ്ടിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഓർഗനൈസേഷന് ലഭിക്കുന്ന ഫണ്ടും മിക്സ് ചെയ്യുമ്പോൾ ഒരു പെർഫെക്റ്റ് പ്രപ്പോർഷൻ ഓഫ് മിക്സ് ആണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ പെർഫെക്റ്റ് മിക്സ് ആണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പെർഫെക്റ്റ് മിക്സിൽ
ഓർഗനൈസേഷന് അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യാനും സഹായിക്കും. അപ്പോൾ ഏതൊരു പോയിന്റിലാണോ ഒരു ഓർഗനൈസേഷൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ലോ ആവുന്നത്, ഏറ്റവും കുറവാവുന്നതും അതിൻ്റെ വാല്യൂ ഓഫ് ഫേം എന്ന് പറയുന്നത്, ഫേമിൻ്റെ വാല്യൂ ഹൈ ആവണ ഒരു പെർട്ടിക്കുലർ പോയിൻ്റാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മോസ്റ്റ് എക്കണോമിക്കൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ദാറ്റ് ഈസ് ദി ബെസ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ, അല്ലെങ്കിൽ പെർഫെക്റ്റ് മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ആണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഏതൊരു പോയിന്റിലാണോ ഒരു ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുന്നതും ആ പെർട്ടിക്കുലർ പോയിന്റ് ആണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോളമൻ ഇസ്രേൻ്റെ വേർഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ആണ്, വിച്ച് വിൽ മാക്സിമൈസ് ദി മാർക്കറ്റ് വാല്യൂ ഓഫ് ദി കമ്പനി. കമ്പനീൻ്റെ മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ മിനിമൈസ് ദി കമ്പനീസ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഒരു കമ്പനീൻ്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യാനും മിനിമൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യണ മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ആണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ അക്കോർഡിംഗ് ടു സോളമൻ ഇസ്ര. Then next, factors determining or influencing capital structure. Capital structure-നെ ബാധിക്കുന്ന ഡിഫറെൻറ്റ് ഘടകങ്ങളാണ്. മെയിൻലി ദർ ആർ 2 factors. First one is internal factors and second one is external factors. ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ചില ഘടകങ്ങൾ തന്നെ അതിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കാറുണ്ട്. അത്തരം ഫാക്ടേഴ്സാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫേമിൻ്റെ സൈസ്, അതോടൊപ്പം തന്നെ അതിൻ്റെ നേച്ചർ, ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ, അതിനൊക്കെ അനുസരിച്ചിട്ട് ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരും. ദെൻ അതോടൊപ്പം തന്നെ റെഗുലാരിറ്റി ആൻഡ് സെർട്ടനിറ്റി ഓഫ് ഇൻകം, അതേപോലെ നമുക്ക് ഫിനാൻസിൻ്റെ പർപ്പസ് എന്താണോ അതിനനുസരിച്ചിട്ട്, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട്, അതായത് അതിൻ്റെ കോസ്റ്റും ബെനിഫിറ്റ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടും ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരും. ദെൻ നമ്മളിപ്പോൾ റീറ്റെയിൻഡ് ഏർണിങ്സ് ഒരു ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഓർഗനൈസേഷൻ്റെ ഘടനയിൽ മാറ്റം വരും. അതിനെ ബേസ് ചെയ്തിട്ട് ക്യാപിറ്റലിൻ്റെ ഘടനയിൽ മാറ്റം വരും. അതേപോലെ തന്നെ അസറ്റിൻ്റെ ഘടനയ്ക്ക് അനുസരിച്ചിട്ട് ക്യാപിറ്റലിൻ്റെ ഘടനയിൽ മാറ്റം വരും. അപ്പോൾ ഈ ഫാക്ടേഴ്സൊക്കെ, ഈ ഘടകങ്ങളൊക്കെ ഇൻറ്റേർണലായിട്ട് കമ്പനിയിൽ അറൈസ് ചെയ്യുന്ന ഘടകങ്ങളാണ്. അത് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കുന്നുണ്ട്. ദെൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അതായത് കമ്പനിക്ക് പുറമെ വരുന്ന, ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന certain ഫാക്ടേഴ്സ് ഉണ്ട് വിച്ച് വിൽ ഓൾസോ അഫക്റ്റ് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി ഫേം. അതിൽ പെടുന്നതാണ് ഒന്ന് മാർക്കറ്റിൻ്റെ, ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച്, അതായത് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡിമാൻഡ് അതിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ക്യാപിറ്റലിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വരും. അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട്, അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഫിനാൻസിങ്, ഇപ്പം നമുക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ വരുന്ന എക്സ്പെൻസിനെ ബേസ് ചെയ്തിട്ട് ക്യാപിറ്റലിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വരും. ദെൻ ലീഗൽ റിക്വയർമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടും ടാക്സേഷൻ പോളിസിനെ ബേസ് ചെയ്തിട്ടൊക്കെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേർണലി ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റലൈസേഷൻ ആണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിൽ ടാഞ്ചിബിളും ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ ഒക്കെ രൂപത്തിൽ നമ്മൾ കമ്പനിയിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓണേഴ്സ് കൊണ്ടുവരുന്ന ഫണ്ട്, ഇപ്പോൾ ലൈക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റീറ്റേൺഡ് ഏർണിങ്സ്, അതേപോലെ തന്നെ ഔട്ട്സൈഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ലൈക്ക് ഡിബെഞ്ചറിൻ്റെ രൂപത്തിൽ സ്വീകരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ലോങ് ടേം ഫിനാൻസ് ആയിട്ട്, ലോൺസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഫണ്ട്, ഇതൊക്കെ ക്യാപിറ്റലാണ് ഓർഗനൈസേഷനിൽ വരുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ദി ടോട്ടൽ വെൽത്ത് ഓഫ് എ കമ്പനി. ഒരു കമ്പനീൻ്റെ ടോട്ടൽ വെൽത്തിനെയാണ് അതിൻ്റെ ക്യാപിറ്റൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ജനറേറ്റ് ചെയ്തിട്ടുള്ള ടോട്ടൽ എമൗണ്ടിനെയാണ് ക്യാപിറ്റലൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ടിൽ നിന്നും ഒരു കമ്പനി ജനറേറ്റ് ചെയ്തിട്ടുള്ള ടോട്ടൽ എമൗണ്ടിനെയാണ് ക്യാപിറ്റലൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ സോഴ്സിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് ഫണ്ട് റൈസ് ചെയ്യണം എന്നുള്ളത് നമ്മളൊരു സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ എമൗണ്ട്, എത്ര എമൗണ്ട് നമ്മൾ ഡെപ്റ്റിൽ നിന്നും ഇക്വിറ്റിയിൽ നിന്നും റൈസ് ചെയ്തു എന്നുള്ളതാണ് ക്യാപിറ്റലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ടോട്ടൽ എമൗണ്ട് ഓഫ് ഫണ്ടാണ് വിച്ച് ഈസ് ജനറേറ്റഡ് ഫ്രം ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി, ദാറ്റ് ഈസ് ദി ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ട്. ഓക്കെ, ദെൻ
ക്യാപിറ്റലൈസേഷൻ റെഫേഴ്സ് ടു ദി പാർ വാല്യൂ ഓഫ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസിൻ്റെ പാർ വാല്യൂ ആണ്. സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ അവിടെ ഷെയർസ് ഉണ്ട്. ഷെയർ എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർ ഉണ്ട്, അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, ദെൻ റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ട്, ദെൻ അതേപോലെ തന്നെ ഡിബെഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ്, റിസർവ്സ്, ഇതിൻ്റെയൊക്കെ ഒരു വാല്യൂ, പാർ വാല്യൂ ആണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ടിൽ നിന്നും ജനറേറ്റ് ചെയ്തിട്ടുള്ള ടോട്ടൽ എമൗണ്ട് ആണ് ക്യാപിറ്റലൈസേഷൻ. അതേപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ലോങ് ടേം സോഴ്സിൽ നിന്ന് ഏതൊക്കെ ലോങ് ടേം സോഴ്സിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യണമെന്നും അത് എത്ര പെർസെൻറ്റേജ് ആണ് റേസ് ചെയ്യേണ്ടത് എന്നും തീരുമാനിച്ചിട്ട് ഒരു സ്ട്രക്ചർ, ഒരു ഘടന പ്രൊവൈഡ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ദെൻ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം സോഴ്സിൽ നിന്ന്, അതായത് ഡെപ്റ്റിൽ നിന്നും ഇക്വിറ്റിയിൽ നിന്നും എത്രത്തോളം ഫണ്ട് റേസ് ചെയ്തു, എത്ര എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് റേസ് ചെയ്തു, അതാണ് ക്യാപിറ്റലൈസേഷൻ. ആ ടോട്ടൽ എമൗണ്ട് ഓഫ് മണിയാണ് ക്യാപിറ്റലൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.